ചേച്ചിയുടെ പോസ്റ്റിൽ ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്ത പൈസയുടെ കണക്കും സൺസ്ക്രീൻ വാങ്ങിച്ചു കൊടുത്ത പൈസയുടെ കണക്കും അങ്ങനെ കുറെ കണക്കുകൾ മാത്സ് കുറച്ച് മാത്തമാറ്റിക്കൽ ചാറ്റുകളൊക്കെയാണ് കേട്ടോ. കാശിന്റെ കണക്കുകളാണ്. ഈ കാശ് ആര് കൊടുത്തു എന്നോ സാധനം ആര് വാങ്ങിച്ചു എന്നോ എന്നൊന്നുമില്ല. കാരണം അറ്റവും മുറിയുമാണ്. തലയും വാലും ഇല്ലാത്ത ഒരു ഉടൽ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്കതിനെ ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ്. കാരണം മുകളിലോട്ടും ഇല്ല താഴോട്ടും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അത് തന്നെയാണ് പറഞ്ഞത്. മുകളിലോട്ടും താഴോട്ടുമുള്ള ചാറ്റില്ല. ചാറ്റ് പുറത്തു വിടുമ്പോൾ ഫുൾ ചാറ്റാണ് പുറത്തു വിടേണ്ടത്. അവരുടെ പേര് വിവരങ്ങളില്ലെങ്കിൽ പേര് വിവരങ്ങളിൽ മാർക്ക് കൊടുക്കാമല്ലോ. അവരത് മറയ്ക്കാനുള്ള ബ്ലർ ചെയ്യാനുള്ള സംവിധാനം ഇന്നുണ്ട്. ഒരു ചാറ്റ് പുറത്തിന്. പിന്നെ ഈ ചാറ്റുകൾ പുറത്ത് വിട്ടപ്പോൾ ആർക്കാണ് ഗുണം കിട്ടിയത്? രാഹുൽ മാങ്കൂട്ടത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബലാത്സംഗം ചെയ്തു എന്നെ ആദ്യത്തെ ദിവസം തന്നെ കണ്ടപ്പോൾ റൂമൊക്കെ ബുക്ക് ചെയ്ത് ഹോട്ടലിലൊക്കെ റൂമിലൊക്കെ ഇരുന്ന് നമ്മൾ ഒരു പരാതിക്കാരെ അവഹേളിക്കാനല്ല, ഇത് പ്രാഥമികമായിട്ടുള്ള സാധാരണ ഒരു മനുഷ്യന്റെ പൊതുസമൂഹത്തിന്റെ ഒരു സംശയം മാത്രമാണ്. എന്നെ പോലെയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ സംശയം മാത്രമാണ്. പരിചയപ്പെട്ടു ഹോട്ടലിലർക്ക് റൂം ബുക്ക് ചെയ്ത് ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടി കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി റൂമൊക്കെ ബുക്ക് ചെയ്ത് ഒരു ചേച്ചി കാത്തിരിക്കുമ്പോൾ, മൂന്നാം പരാതിയിലെ ചേച്ചി കാത്തിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് കയറി വന്നു, കഥകടച്ചു, കുറ്റിയിട്ടു, ശരീരം മുഴുവൻ മാന്തി പൊളിച്ചു, ക്രൂരമായി ബലാത്സംഗം ചെയ്തു, മുഖത്തേക്ക് തുപ്പി. ഇതൊന്നും നമ്മൾ കണ്ടുപിടിച്ചല്ല, ആ ചേച്ചിയുടെ പരാതിക്കകത്തുള്ളതാണ് കേട്ടോ. ആ ചേച്ചി എഴുതി കൊടുത്ത പരാതി അല്ലെങ്കിൽ ആ ചേച്ചി പറഞ്ഞു കൊടുത്ത പോലീസ് ഇട്ടിരിക്കുന്ന പരാതിയിലുള്ള സംഭവമാണ്. ദേഹമാകെ മാന്തി പൊളിച്ചുവെന്നും ചീത്ത വിളിച്ചുവെന്നും അതുപോലെ തന്നെ മുഖത്ത് തുപ്പിയെന്നും. അങ്ങനെ മാന്തി പൊളിച്ച് തുപ്പിയ ഒരുത്തനാണോ ഈ സൺസ്ക്രീനും ഈ ചെരുപ്പും ഈ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തത്? എന്നിട്ടാണ് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് ഇത്രമാത്രം ക്രൂരമായിട്ട് വളരെ വൈകൃതത്തോടുകൂടി ഒരു സാഡിസ്റ്റ് എന്നുള്ള രീതിയിലും ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു ഒരു സെക്ഷൽ പെർവേർട്ട്, അതാണല്ലോ അവർ വിശേഷിപ്പിച്ച പദം, സെക്ഷൽ പെർവേർട്ട്, ലൈംഗിക വൈകൃതക്കാരൻ. ഈ ഒരു വ്യക്തിയാണ് പിന്നീട് ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പോണു. സൺസ്ക്രീൻ വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ വിലയാണ് ഇന്നലെ ചേച്ചി ഫേസ്ബുക്കിൽ ഇട്ടത്. സൺസ്ക്രീൻ വാങ്ങിച്ചു കൊടുക്കുന്നു, അത് വാങ്ങിച്ചു കൊടുക്കുന്നു, ഇത് വാങ്ങിച്ചു കൊടുക്കുന്നു, മറ്റേത് വാങ്ങിച്ചു കൊടുക്കുന്നു, മറിച്ചേത് വാങ്ങിച്ചു കൊടുക്കുന്നു, ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തതിന്റെ ലിസ്റ്റ്. അല്ലേ ചേച്ചി, ഞങ്ങളൊക്കെ കഞ്ഞിയാണ്, ഞങ്ങൾ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് നാണമില്ലേ? നാണവും മാനവും ഉളുപ്പും ഇല്ലേ ഇങ്ങനെയുള്ള ഒരു സാധനം എടുത്തിട്ടുകൊണ്ട് വരാനായിട്ട്? ഇത് തന്നെയല്ലേ നമ്മളും പണ്ട് തൊട്ടേ ആദ്യം തൊട്ടേ ഇവിടുത്തെ മനുഷ്യന്മാരെല്ലാം ചോദിക്കുന്നത്. ഇതിന് എങ്ങനെയാണ് പീഡനം എന്ന് പറയുന്നത്? ഈ എന്നെ ഒരുത്തൻ ഇങ്ങനെ പീഡിപ്പിച്ച് എന്നെ ഇങ്ങനെ ദേഹം മാന്തി പൊളിച്ച് എന്റെ മുഖത്തേക്ക് തുപ്പി, പീഡിപ്പിച്ചില്ലെങ്കിൽ പോട്ടും എന്റെ മുഖത്തേക്ക് തുപ്പിയ ഒരുത്തനെ തിരിച്ചവനെ